ആ കോളേജ് എനിക്ക് സ്വന്തമാണ്. മറ്റൊന്നും വേണ്ടിയല്ല, മരിച്ചുപോയ പാവം എന്റെ അച്ഛന്റെ പൊതിയൊന്നും അത് നടന്നില്ല. ആ കോളേജിനെ ഇതുപോലെ ഇന്ത്യൻ ചേർത്ത് തകർക്കുന്ന ഈ ഔപചാരികതൊന്നും വേണ്ട. എടോ, ഇതേ മഹാത്മാ കോളേജിൽ 5 കൊല്ലം പഠിച്ചവനാണ് ഞാൻ. എന്നോട് സംസാരിക്കാൻ എന്തിനാണോ ഈ പ്രക്ഷോഭം തുറന്നൊക്കെ? അപ്പൊ സാധനം നടന്നിട്ടില്ല. ഇപ്പൊ അതേ കോളേജിലെ കുട്ടികളെ ഈ പുതിയ പിടിക്കാന്ന് വെച്ചാൽ സ്വന്തം അമ്മയെ അടിവായിട്ട് ചവിട്ടുന്നതിന് തുല്യമാണ് സാർ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയും സാർ. കഴിയില്ല കുമാരാ. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമില്ല. മന്ത്രിമാരാണെങ്കിലും കാര്യങ്ങൾ എവിടെ ചോദിച്ചാൽ പരിമിതികളൊക്കെ. ഇപ്പൊ സാറ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ഒരു പരിമിതിയോ അത് മറികടന്നാൽ ആരും ഇങ്ങനെ ചെയ്യും. എന്നത് ബയോടെക്നോളജി കോഴ്സിന് അംഗീകാരം നൽകുന്നത് 1.5 കോടി രൂപ പോലെയും കോളേജ് ഭരണസമിതിയിൽ സാറിന്റെ പാർട്ടിക്ക് കൂടുതൽ പ്രാതിനിധ്യം ആവശ്യമാണ്. മാനേജർ ശിവരാമൻ നായരോട് സാർ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ പോക്കെടുക്കാം. 1.5 കോടി രൂപ അതൊരു നയമായിട്ട് പോയാൽ കോളേജ് ഭരണസമിതിയിലുള്ള എന്റെ പാർട്ടി പ്രാതിനിധ്യം ഓർമ്മിക്കുന്നു. നിങ്ങൾ ഈ പറയുന്നപ്പോൾ കടന്നു കഴിയാണ് അറിയാം. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായ ചുമ്മാതല്ല. ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും നന്നായി കച്ചവടം ചെയ്യാൻ പറ്റുന്ന തരം വിദ്യാഭ്യാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വകുപ്പിന്റെ ജോലി വാങ്ങിയത്. നമുക്കല്ല മഹാത്മാ കോളേജ് പഠിക്കാൻ അല്ല തീർന്നില്ല. വെറും 176 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സാറ് 280-ലധികം കള്ളവോട്ട് ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എതിർ സ്ഥാനാർത്ഥി പുരുഷോത്തം ഉൾപ്പെടുത്തി കേസുകൾ ഹൈക്കോടതി. കല്ല് കാശുപെട്ട് 250-500-ലധികം കള്ളവോട്ടിൽ സാറ് ജയിച്ചു എന്നതിനുള്ള തെളിവ് വേറെ. അത് കാണിക്കേണ്ടത് കാണിച്ചാൽ ഈ മന്ത്രി പഠിക്കില്ല. എന്തിനുള്ള അതായിരിക്കും സാറിനുള്ള സാറിനെ പോലുള്ളവർ കുപ്പിയതും തുമ്മിയതും വരെ ചാനൽ വരുന്നതാണ്. അന്ന് കഴിക്കുന്നൊക്കെ തിരുവനന്തപുരം വരെ പല മന്ത്രിമാരുടെയും കച്ചേര തെരഞ്ഞെടുപ്പ് ശക്തമുണ്ട്. ഇത്തരം കേസുകൾക്കും ചിലപ്പോൾ സംഭാഷണം അങ്ങനെ പരിപോലെ ജനപ്രതിനിധികൾക്കും വേണ്ടത്ര ഉദാഹരണത്തോടെയാണ് എന്ത് വേണമെന്നും സാധിക്കും. എന്നെ വിളിച്ച
വിഷ്ണു ഇത് തിരിച്ചു നമ്മുടെ കോളേജ് പണ്ട് പഠിച്ചത് ഇപ്പൊ ഇവിടെ ജൂനിയർ ഡോക്ടറാണ്. നീ ഉണ്ടാവും. ശരി ഞാൻ പോലെ വേണം വിഷ്ണു വേണം. വ്യക്തികൾ തന്നെയാണെങ്കിലും അതുകൊണ്ട് തന്നെ പ്രകാശന്റെ പിൻകഴുത്തിൽ പരിപാടി വെച്ച് കൊടുത്ത് ആരാണെന്ന് എനിക്കറിയണം. ആരെയും വിളിക്കണേ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങില്ല. അല്ല ഒരു നേതാവല്ലേ ഇതിനെ രക്ഷിക്കാൻ ഒരു ദിവസം ഞാൻ വീട്ടുകാരെ കൊണ്ടുപോയി അതാ വന്നത്. പക്ഷെ നീ എന്നെങ്കിലും അവരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടായിട്ട് കിടച്ച് നീക്ക് എന്താ തരാൻ പോകുന്നു? ഇയാളത് ഇതിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഫോർമാലിറ്റികൾ എന്ത് ഫോർമാലിറ്റി ഇവരൊക്കെ കറിവേപ്പിലാണ് ജയിക്കുന്ന മഹാന്മാർ വേറെ. അതൊരു ക്യാപ്റ്റൻ വിദ്യാർത്ഥികളുടെ കിരീടം വയ്ക്കാത്ത രാജാവ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കണ്ടുന്ന ദൈവം ഇന്നത്തോടെ തീരും ആ കോളേജിൽ അവന്റെ സകല സമ്മാനങ്ങൾ ഇതോടുകൂടി അത് ശരിക്കും നിർത്തും. ഫലൻ വഴിവാളുമായിട്ട് പ്രവേശിക്കൽ